ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഞങ്ങൾ വീട്ടിൽ പോവാണ്. ഞാൻ എന്താണ് ഈ കോലത്തിൽ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. വേറെ ഒന്നുമല്ല, ഞാനിത് വർക്ക് കഴിഞ്ഞ് വന്ന് വേഗം ഒരു ഡ്രസ്സ് എടുത്തിട്ട് നിൽക്കുക. കാരണം ഇന്നിപ്പോൾ ഡിസംബർ 6th ആയി. ഞാൻ റിസൈൻ വെച്ച ഡേ ആണിന്ന്. ഇന്ന് നമ്മൾ വീട്ടിലേക്ക് പോവാണ്, കേരളത്തിലേക്ക് പോവാണ്. ഈ ഫുൾ മന്ത് നമ്മൾ വെക്കേഷൻ മോഡ് ഓണാണ് കേട്ടോ. അപ്പം വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇന്ന് എനിക്ക് വളരെ ഭ്രാന്ത് പിടിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു 3-4 മണിക്കൂർ എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ പാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ ഇത്ര ദിവസമായിട്ട് ഒരു പാക്കിങ്ങും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായില്ല. കാരണം ഞാൻ ഫുള്ള് വൈകുന്നേരം വരുന്നു, ഞാൻ സ്റ്റാറ്റസ് ഇടുന്നു, ഇതൊക്കെയായിരുന്നു എൻ്റെ പണി. അപ്പം എനിക്ക് സമയം കിട്ടിയില്ല. അപ്പം ഇന്ന് ഇരുന്നിട്ട് 2 ട്രോളി ഫുള്ളാക്കണം, പിന്നെ ചെരുപ്പ് ഫുള്ള് ഒരു ബാഗിലാക്കണം, കുറേ ബാഗ് എടുക്കണം, എല്ലാം പാക്ക് ചെയ്യണം. ഇനി ഇത് വെച്ചിട്ട് ഞാനൊരു 2-3 മണിക്കൂർ ഇങ്ങനെ ഇരിക്കും. ഈ ഡ്രസ്സ് ഫുള്ള് ബെഡിൽ വാരിയിട്ടിട്ട് കുറേ നേരം നോക്കും, ഇതെടുക്കണോ അതെടുക്കണോ എന്നൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് വ്ളോഗ് എടുക്കാൻ, ട്രാവൽ വ്ളോഗ് അവിടെ എത്തുന്നവരെ എന്തായാലും എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ വ്ളോഗ് എടുക്കുന്നത്. അപ്പം നമുക്ക് പാക്കിംഗ് ഒക്കെ കാണാം. ഞാൻ പാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുള്ളൂ. എല്ലാം വാരി വലിച്ചിടണം. ഫുള്ള് ഷെൽഫ് എനിക്ക് എടുത്തിട്ടാലും എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. കാരണം എൻ്റെ വീട്ടിലും പോകണം, തൃശ്ശൂരും പോകണം. അപ്പോൾ 2 സ്ഥലത്തും പോകാനുള്ളത് കൊണ്ട് എനിക്ക് കുറേ ഡ്രസ്സ് വേണം. കാരണം എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകേണ്ടിയല്ലോ. അപ്പോൾ 8 ഡ്രസ്സ് ഉണ്ടെങ്കിൽ കുറേ ഡ്രസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാം ഇനി പാക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ പാക്കിംഗ് കാണിക്കാം കേട്ടോ. നമ്മുടെ ഫസ്റ്റ് സൂട്ട് കേസ് ഫില്ല് ചെയ്യുമ്പോൾ ഓൾറെഡി ഈ സൈഡിൽ ഞാൻ ഫുള്ള് ഡ്രസ്സ് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഈ കവറിലാക്കിയിട്ടില്ല. ഇത് ഞാൻ വേക്കം ചെയ്തത്. ഭയങ്കര വെയിറ്റാണ്. ഞാനതൊന്നും കാണിച്ചില്ല, കാരണം ഇവിടെ ഫുള്ള് മെസ്സായി കിടക്കുക. റൂം ഫുള്ള് സാധനങ്ങളാണ്. അപ്പം അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ എടുക്കാഞ്ഞത്. അപ്പം ഇത് നമ്മുടെ ഫസ്റ്റ് സൂട്ട് കേസാണ്. ഇനി ഇതിലേക്ക് ഇനി ഒന്നും കൊള്ളില്ല, കാരണം ഇത് ഫുള്ളായി. ഇത് അടയാൻ തന്നെ പ്രയാസമായിരിക്കും. അപ്പോൾ നമുക്കിത് ഫസ്റ്റ് ബോക്സ് സെറ്റ്. കണ്ടോ, ഇത് അടയ്ക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്ക് കുറച്ച് ബാഗ് വേണം. കാരണം ഇപ്രാവശ്യം എൻ്റെ കസിൻ്റെ ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും ബാഗ് എടുക്കുക. ഇതൊന്നും അക്ഷയമായിട്ടും കാണാൻ പറ്റില്ല. കണ്ടാൽ എനിക്ക് ഭയങ്കര പ്രശ്നമായിരിക്കും. കാരണം 1 മാസം ട്രിപ്പിനാണ് ഞാൻ ഇത്രയും ബാഗ് കൊണ്ടുപോകുന്നത്. ഞാൻ പോകുന്നത് വല്ല ഉഗാണ്ടയ്ക്കാണോ എന്നാണ് എനിക്കും വല്ല സംശയമുണ്ട്. പക്ഷേ അപ്പോൾ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ബാഗുകളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വെക്കാം. 2 എണ്ണം ഇതിൻ്റെ ഉള്ളിൽ പോവും. അപ്പം ഇതെനിക്കിപ്പോൾ സ്റ്റുഡൻസ് ഗിഫ്റ്റ് തന്ന ബാഗാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ബാഗ്. അപ്പോൾ ഈ രണ്ട് കുഞ്ഞു ബാഗുകൾ ഇതിൽ കൊള്ളു. ഭയങ്കര സ്പേസ് ഉണ്ട് ഈ ബാഗിന്. കണ്ടോ, അപ്പോൾ അതിൽ കൊണ്ട്. പിന്നെ ഇതാ ഈ 3 ബാഗുകളും വേണം. കാരണം പല ഡ്രസ്സ് ഇടുമ്പോൾ എനിക്ക് പല ബാഗ് വേണം. പിന്നെ ഒരു ബാഗ് ഞാൻ അപ്പുറത്ത് വെച്ചിട്ടുണ്ട്, അത് എടുക്കണം. പിന്നെ ഒരു ബാഗും കൂടി എടുക്കണം, അതും അവിടെ ഉണ്ട്. അങ്ങനെ 1 2 3 4 5 6 7 8 9 ബാഗ് നമ്മൾ ടോട്ടൽ എടുക്കുന്നുണ്ട്. ഈ സൂട്ട് കേസും ഈ ബാഗും ഇതൊക്കെ കൂടാതെ തന്നെ നമ്മൾ 9 ബാഗ് എടുക്കുന്നുണ്ട്. ആൾക്കാർ വിചാരിക്കും എനിക്ക് വട്ടാണെന്ന്. സ്റ്റിൽ എനിക്ക് ഡ്രസ്സിനകത്ത് ബാഗെല്ലാം ഇടണം. അപ്പോൾ ഇത് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ബാക്കി ബാഗുകളും കൂടി വെക്കാം. നമ്മുടെ ആൾ വന്നു. ഞാനെല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് വരുന്നത്. അത് ഞാൻ അടക്കി. അപ്പോൾ നമ്മുടെ സെക്കൻഡ് സൂട്ട് കേസും സെറ്റ്. അതടക്കി, വേഗം അടക്കി. കാറ്റ് പോയി. അതൊന്നുകൂടി ചെയ്തേ, ഒന്നുകൂടി വേഗം ചെയ്തേ. ഞാനെല്ലാം കഷ്ടപ്പെട്ട് ചെയ്താൽ അതെല്ലാം പോയിട്ട് ഒന്നും കൂടി ഇപ്പോൾ ചെയ്യേണ്ട അവസ്ഥ. എൻ്റെ റൂമൊന്നും നോക്കരുത്, ഫുള്ള് മെസ്സാണ്. ഐഡിയ അൺലോക്ക് വാക്യൂം ക്ലീനർ കൊണ്ട് നമുക്ക് ഇതും ചെയ്യാം. നോക്കേ, എന്തൊരു പെട്ടെന്നാ. കുറച്ചും കൂടി. മൈ ഗോഡ്. ഹായ് ഗായ്സ്, നമ്മൾ ഫ്ലാറ്റിൽ നിന്ന് പാക്കൊക്കെ ചെയ്ത് ഇറങ്ങി. എനിക്കൊന്നും പിന്നെ വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം പെട്ടെന്ന് വന്നിട്ട് എന്നോട് പറഞ്ഞു വേഗം പോകണം എന്ന് പറഞ്ഞിട്ട് ഞാനെല്ലാം എങ്ങനെയൊക്കെയോ പാക്ക് ചെയ്തു. നമ്മളിപ്പം കാസർഗോഡ് എത്തി. എനിക്കാണെങ്കിൽ ഛർദ്ദിക്കാൻ വന്നിട്ട് വയ്യ, ഒട്ടും വയ്യ. ഛർദ്ദിച്ച് ഞാൻ ഇപ്പോൾ ചാവുമെന്നാണ് തോന്നണത്, അത്രയ്ക്ക് വയ്യ. അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക, ഒരു മൂടില്ലാതെ. സമയം 12 മണി കഴിഞ്ഞു. എന്തായാലും അവിടെ എത്തുമ്പം രാവിലെ ആവും. കോഴിക്കോട് എത്തുമ്പം എൻ്റെ അച്ഛനോടും അമ്മേനോടൊന്നും പറഞ്ഞിട്ടില്ല. അവർക്ക് സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുന്നത്. അവിടെ ജസ്റ്റ് കയറി കുറച്ച് സാധനങ്ങൾ കൊടുത്തിട്ട് ഞാൻ പോകും തൃശ്ശൂരിക്ക്. ഇവരിപ്പോൾ ഇവിടെ ഈ ഉപ്പിലിട്ട് കഴിക്കാൻ കയറിയൊക്കെ കാണിക്കും. ഇപ്പോൾ വരുമ്പോഴും ഇവിടെ നിർത്തും. എനിക്കാണെങ്കിൽ ഈ ഉപ്പിലിട്ടത് ഇഷ്ടമാണ്, പക്ഷെ വലിയതൊന്നുമില്ല. മിട്ടുമുണ്ട്, ചേട്ടനും ഉണ്ട്. 2 പേരും ഉപ്പിലിട്ട് എടുക്കാൻ പോയേക്കുക. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ 100 rupees പേ ചെയ്താൽ നമുക്ക് ഇഷ്ടമുള്ള ഏതും 20 പൈസ അങ്ങനെ എന്തെങ്കിലും എടുക്കാം. ഏത് വേണമെങ്കിലും ഇഷ്ടമുള്ളത് എടുക്കാം. അപ്പോൾ അവരത് വാങ്ങിക്കാം. എനിക്ക് ഛർദ്ദിക്കാൻ വന്നിട്ട് ബാക്ക് പോയി കിടക്കണമെന്നുണ്ട്. പക്ഷെ രാത്രി ഇവരാരെങ്കിലും വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ ഉറങ്ങാറില്ല. വണ്ടി ഓടിക്കുന്നവരാണെങ്കിലും അത് ബാലൻസ് ചെയ്യുന്നത്
ഞാനിരിക്കും. കാരണം എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല ആരെങ്കിലും ഓടിക്കുമ്പോൾ ഉറങ്ങാനായിട്ട്. ഞാൻ അതുകൊണ്ട് ഇങ്ങനെ നോക്കിയിരിക്കും. ഞാൻ അങ്ങനെ തോണ്ടും ഒരു വണ്ടീൻ്റെ അടുത്തേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ സ്പീഡ് പോകുമ്പോഴൊക്കെ. എൻ്റെ ഫേസൊക്കെ നോക്കിയ രാവിലെ ഞാൻ എങ്ങനെ ഉണ്ടായ ആളാ, ഇപ്പം എങ്ങനെയായി. ഒന്നും ചെയ്തില്ല, ഞാൻ അതേപടി വേഗം പിന്നെ കുളിച്ചിറങ്ങിയതാ. അയ്യോ പറ്റുന്നില്ല. എനിക്ക് എന്തൊക്കെയോ കൊണ്ടുവരുന്നുണ്ട്, കാണിച്ചടാ. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, വ്ളോഗ് എടുക്കുന്നുണ്ട്. നോക്കട്ടെ എന്തപ്പം ഞാൻ കഴിക്കില്ലേ. ആ മാങ്ങ നല്ല. ആരെ വായി നോക്കുക. അപ്പം നമ്മൾ എൻ്റെ വീട്ടിൽ 5:30 എത്തി. പക്ഷെ വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടാ. കയറി വരുന്ന വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഞാൻ ഇറങ്ങാനാകുമ്പോൾ എടുത്തൊരു കുറച്ച് ക്ലിപ്സാണിത്. ഞങ്ങൾ വേഗം ഹായ് ഗുഡ് മോർണിംഗ് ഗൈസ്. ഞങ്ങൾ ഇപ്പോഴും തൃശ്ശൂർ എത്തിയിട്ടില്ല. ഇപ്പം സമയം 8:30 ഇടയലിൻ്റെ വീട്ടിൽ കയറിയല്ലോ. വീട്ടിൽ കയറിയിട്ട് വേഗം ഇറങ്ങി. പിന്നെ ഇപ്പം ഞാൻ എണീച്ചു വാഷ്റൂമിലൊക്കെ പോയി. നമ്മൾ പോയിക്കൊണ്ടിരിക്കുക, എത്തിയില്ല. ഷോ എപ്പോൾ ഞാൻ ആര് വിളിച്ചാൽ ഈ കേച്ചേരിയാണല്ലോ എത്തുക. കേച്ചേരി പാലം അതാ ഒരു പ്രത്യേക സ്ഥലം ഈ കേച്ചേരി. എനിക്ക് എപ്പോ അച്ഛൻ ആരെന്ന് തൃശ്ശൂരിന്ന് പിന്നെ നാട്ടിലേക്ക് പോകുമ്പോഴും ചോദിച്ചാ കേച്ചേരി എത്തിയിട്ടുണ്ടാവുള്ളൂ. ഇപ്പൊ വീഡിയോയിലും കേച്ചേരി. എന്താ വിട്ട് കഴിക്കുന്നേ രാവിലെ തന്നെ? പാവം അബി ഇത്ര നേരം വണ്ടി ഓടിച്ചു. അയ്യോടാ ഫുള്ള് ലഗേജാ ബാക്കില്. അതിന് ഞാൻ ഒന്നും പറയാൻ ബാക്കി വെച്ചിട്ടില്ല. സാരില്ല, കേക്കാളൊക്കെ ഞാൻ കേൾക്കണം. ഇത് ഓർമ്മ ഉണ്ടായിരിക്കലും എൻ്റെ ക്യൂട്ട് സാധനം. നല്ല സുഖമുണ്ട് വെച്ച് കിടക്കാൻ. ഗൈസ് സമയം 9:30 കഴിഞ്ഞിരിക്കുന്നു. നമ്മളിത് ഇവരെ നാടിനെ വിവരിക്കുക. ഞാൻ പറഞ്ഞു ഇവിടെ വരുമ്പോൾ എനിക്ക് ഭയങ്കര ഇതാണ്. അപ്പൊ ഇവര് പറയാം ഇവരുടെ നാട് കഴിഞ്ഞിട്ടേ ഉള്ളു ഇവർക്ക്. തേങ്ങ അടിപൊളിയല്ല. അക്ഷയ് കൃഷ്ണന്റെ വഞ്ചി അവിടെ ഉണ്ട് കേട്ടോ. നമ്മളപ്പോ വീടെത്താൻ പോകുന്നു ഗൈസ്. ഞാൻ ഇത്ര നേരം ഛർദിക്കാൻ വന്ന് ചവാനായി കിടക്കുമായിരുന്നു. ഓ പറ്റുന്നില്ല. ഓക്കെ, ഇതാണ് അക്ഷയേട്ടന്റെ അച്ഛന്റെ അമ്മേന്റെയും പിന്നെ സൂപ്പർ മാർക്കറ്റ്. അമ്മ അവിടെ നിൽക്കുന്നുണ്ട്. ഇതമ്മ മക്കളും പോവാണ്. അമ്മേനെ അച്ഛനിങ്ങനെ. ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല, കാരണം ഞാൻ വളരെ മോശമായ ലുക്കിലാണ്. അങ്ങനെ എൻ്റെ അമ്മായിമ്മ വരികയാണ്. ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ വന്നിട്ട്. ഇപ്പോൾ വരും ഇങ്ങോട്ടേക്ക്. എന്നോട് ഇറങ്ങാൻ പറയരുതേ. അമ്മയ്ക്കിപ്പോൾ എന്നോട് ഇറങ്ങാൻ പറയാനൊരു സ്വഭാവം ഉണ്ടാവാറുണ്ട്. കാരണം അവിടെ എല്ലാവരും എന്നെ കാണിച്ചു കൊടുക്കണം അമ്മയ്ക്ക്, എന്നാലും അമ്മയ്ക്ക് സമാധാനമുള്ളൂ. ഞാൻ പോവില്ല. ഞാൻ ഈ പാട്ട ലുക്കിൽ ഞാൻ എവിടെയും പോകില്ല. എൻ്റെ അടുത്ത് എൻ്റെ ഫേവറേറ്റ് സ്നാക്സ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ പേരെന്താ എനിക്കറിയില്ല. പൊക്കവടയോ അങ്ങനെ എന്താ പേര്. എന്താടാ മോനെ വണ്ടി ഓടിച്ചിട്ടാ ഇടയാ തൃശ്ശൂർ ഭാഷ ഇറക്കണോ? എനിക്കിഷ്ടമല്ല അങ്ങനെ പറയാം. എനിക്ക് പറയുന്നത് കഷ്ടമാണ്, പക്ഷെ ഞാൻ പറഞ്ഞ സെറ്റാവില്ല. അമ്മ ഞങ്ങളെ കൂടെ വരുവാണ്. ഹായ് മോളെ. അമ്മ കൊണ്ടുവന്നില്ല, അമ്മ വരില്ല. അവന ഉറങ്ങാത്തോണ്ടാ. വീടെത്തി. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ബാഗും സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് കയറ്റിട്ട് വിട്ടു. യു ക്യാൻ. എൻ്റെ റൂം ഇനി ഇതെല്ലാം ഷെൽഫെല്ലാം ഫുള്ളാക്കണം. ഞാൻ ഓൾറെഡി എൻ്റെ ബാഗൊക്കെ വെച്ചു. എൻ്റെ റൂമിൽ എൻ്റെ ഫേവറേറ്റാണിത്. പിന്നെ ഇതാ ആ കോർണർ. അവിടെ ഉണ്ടായ ഫോട്ടോസ് കുറച്ചൊക്കെ ഞങ്ങൾ കൊണ്ടുപോയി. കുറച്ചേ ഉള്ളൂ. ഒരു സെറ്റ്
ഇനി അമ്മ ബെഡെല്ലാം വിരിച്ച് നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട് റൂമൊക്കെ. ഇനി ഓരോ പെട്ടി ചെയ്തും ഞാനും എടുത്തിട്ട് പോകണം. ആയാ കഴിഞ്ഞില്ലല്ലോ. അതാടാ അച്ഛോ ഇഷ്ടമിട്ടു ബാക്കിയെല്ലാം കൊണ്ടുവരുന്നു. അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി ഞാൻ കുളിച്ച് സെറ്റായി, നമുക്ക് ഇന്ന് പ്രോഗ്രാമിന് പോകാണ്ട്. അതാണ് നമ്മൾ ഇന്നലെ തന്നെ ഇങ്ങോട്ടേക്ക് പോകുന്നത്. ഇനി കുളിച്ച് സെറ്റായി പ്രോഗ്രാമിന് പോകാനുള്ളതൊക്കെ റെഡി ആവട്ടെ. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, ലവ് യു ഓൾ.